ബദറിലേക്ക് പ്രിയപ്പെട്ട മകനെയും കൂട്ടി ആ വ്യക്തി കടന്നു വന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും വധിക്കുക, മുസ്ലിമീങ്ങൾക്ക് മുകളിൽ വലിയ വിജയം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. പക്ഷേ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. ബദറിലെത്തിയതും പ്രിയപ്പെട്ട മകൻ നേരെ മുസ്ലിം പട്ടാളക്കാർക്കിടയിലേക്ക് ഓടിച്ചെന്ന് ഖുറൈശികൾക്കെതിരെ, പിതാവടക്കമുള്ള ഖുറൈശികൾക്കെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു. പിൽക്കാലത്ത് ഈ പിതാവും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ആ കുടുംബം മുഴുവനും ഇസ്ലാമിലേക്ക് വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാഇന്റെ നിർണായകമായ ആ ഘട്ടത്തിലും വലിയ നേതൃപരമായ പങ്ക് വഹിച്ച, നിർണായകമായ സ്വാധീനം ഇസ്ലാമിക ലോകത്ത് ചെലുത്തിയ ഒരു വലിയ ധീര സ്വഹാബിയായി അവരും മാറുകയാണ്. ആരാണ് ആ സ്വഹാബി? അവരുടെ ചരിത്രം എന്താണ്? കഥ കേൾക്കാം. പ്രമുഖരായ ഖുറൈശി നേതാക്കന്മാരിൽ വളരെ പ്രധാനപ്പെട്ട നേതൃസ്ഥാനമുണ്ടായിരുന്ന ആളാണ് സുഹൈൽ ഇബ്നു അംർ. ആളുകൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാനും ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും തരണം ചെയ്യുവാനും തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പ്രത്യേകമായ കഴിവ് സുഹൈൽ ഇബ്നു അംറിന് ഉണ്ടായിരുന്നു. ഇത്തരം കാരണങ്ങളാലൊക്കെ തന്നെ ഖുറൈശികളിൽ എണ്ണപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. മക്കയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശുദ്ധമായ ഇസ്ലാം അവതരിപ്പിക്കുന്ന സമയത്ത് വലിയ പരിചയസമ്പത്തും വലിയ പദവികളും എല്ലാമുള്ള, എല്ലാവരും അംഗീകരിക്കുന്ന പൗരപ്രമുഖനായിരുന്നു സുഹൈൽ ഇബ്നു അംർ. ബുദ്ധിയും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയും എല്ലാം ഉള്ളതുകൊണ്ട് വേഗം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുന്ന കൂട്ടത്തിൽ സുഹൈൽ ഇബ്നു അംറും ഉണ്ടാകുമെന്നാണ് പലരും വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. സുഹൈൽ ഇബ്നു അംർ ഇസ്ലാമിലേക്ക് വന്നില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിലേക്ക് വരുന്ന ആളുകളെ അതിക്രൂരമായി പീഡിപ്പിക്കുവാൻ നേതൃത്വം നൽകുകയും ചെയ്തു. തുടക്ക കാലഘട്ടങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ പ്രിയപ്പെട്ടവരെയും വലിയ രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കി തരണം ചെയ്യാൻ കഴിയാതെ വല്ലാത്ത രീതിയിൽ അവരെ പ്രയാസപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലായിരുന്നു സുഹൈൽ ഇബ്നു അംർ. ആര് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടിയെന്ന് കേട്ടാലും അവിടെ ചെന്ന് ആ വ്യക്തിയെ പരമാവധി പിന്തിരിപ്പിക്കാൻ, അല്ലെങ്കിൽ വലിയ രീതിയിൽ ആക്രമണങ്ങളിൽ നേരിടാൻ എപ്പോഴും മുൻപന്തിയിലുണ്ടായിരുന്നു സുഹൈൽ ഇബ്നു അംർ. അങ്ങനെ ഇരിക്കെയാണ് ഒരു മേഘഗർജനം പോലെ ആ വാർത്ത സുഹൈൽ ഇബ്നു അംർ കേൾക്കുന്നത്. തൻ്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുള്ളയും മകൾ ഉമ്മു കുൽസൂമും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ചേർന്നിരിക്കുന്നു, മതം മാറിയിരിക്കുന്നു. ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ളൊരു വാർത്തയായിരുന്നു അത്. ഞാൻ ഇവിടെ സമൂഹത്തിൽ ഖുറൈശി നേതൃരംഗത്തുള്ള ആൾ, അതിനെതിരെ പ്രവർത്തിക്കുന്ന ആൾ, എൻ്റെ പ്രിയപ്പെട്ട മകനും മകളും ഇസ്ലാമിലേക്ക് ചേക്കേറിയിരിക്കുന്നു. ഞെട്ടലോടെയാണ് സുഹൈൽ ഇബ്നു അംറും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആളുകളുമെല്ലാം ആ വാർത്ത കേട്ടത്. തൻ്റെ മകനും മകളും ഇസ്ലാമിലേക്ക് ചേർന്നു എന്ന് മാത്രമല്ല, ശത്രുക്കളിൽ നിന്ന്, പിതാവിൽ നിന്നും എല്ലാം ആക്രമണങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർ രണ്ടുപേരും ഒരു സംഘത്തിൻ്റെ കൂടെ ഇത്യോപ്യയിലേക്ക് പലായനം ചെയ്യുക കൂടെ ചെയ്തിരിക്കുന്നു എന്നത് വലിയ ദേഷ്യവും അമർഷവും ഉളവാക്കാൻ കാരണമായി. എത്യോപ്യയിലേക്ക് പലായനം ചെയ്ത് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഒരു തെറ്റായ, ഇല്ലാത്ത ഒരു വാർത്ത പ്രചരിക്കുകയുണ്ടായി. മക്കയിൽ ഖുറൈശികൾ പൊതുവെ എല്ലാവരും ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട് എന്നും മുസ്ലിമീങ്ങളൊക്കെ അവരുടെ വീടുകളിൽ തന്നെ സ്വസ്ഥമായി അബാദത്തിലായി ജീവിക്കുന്നു, മക്ക ഇസ്ലാമിന് വേണ്ടി പാകപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്ത, ഒരു വ്യാജ വാർത്ത അവിടെ പ്രചരിക്കുകയാണ്. ഇത് കേട്ട് പല ആളുകളും പലായനം ചെയ്തവരിൽ തിരിച്ച് മക്കയിലേക്ക് തന്നെ വരികയുണ്ടായി. ആ കൂട്ടത്തിൽ സുഹൈൽ ഇബ്നു അംറിൻ്റെ മകൻ അബ്ദുല്ലാഹിബ്നു സുഹൈലും ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹിബ്നു സുഹൈൽ മക്കയിൽ പ്രവേശിച്ച ഉടനെ പിതാവ് സുഹൈൽ ഇബ്നു അംർ അദ്ദേഹത്തെ പിടികൂടി കൈകാലുകളൊക്കെ ബന്ധിച്ച് വീടിൻ്റെ ഒരു ഒഴിഞ്ഞ മൂലയിലുള്ള ഒരു ജയില് പോലെയുള്ള ഒരു കാരാഗൃഹത്തിൽ അടക്കുകയാണ്. ഇസ്ലാം എന്ന വിശ്വാസത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചങ്ങലക്കിട്ട് കെട്ടിയിട്ട് ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി. ഭക്ഷണം വേണ്ടത്ര കൊടുക്കാതെ വലിയ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന് പ്രതിസന്ധികൾ ധാരാളമാകുമ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു വരുമെന്ന പ്രതീക്ഷയിലാണ് കാര്യങ്ങളെല്ലാം സുഹൈൽ ഇബ്നു അംറും പ്രിയപ്പെട്ടവരും ചെയ്തത്. ഗത്യന്തരമില്ലാതെ ക്രൂരതയുടെ എല്ലാ അതിർവരമ്പുകളും മറികടന്ന് ആക്രമണങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അവസാനം അബ്ദുല്ലാഹിബ്നു സുഹൈൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് പിന്മാറുന്നു എന്ന് പ്രഖ്യാപിച്ചു. അത് വളരെയധികം സന്തോഷത്തോടു കൂടെയാണ് സുഹൈൽ ഇബ്നു അംർ കേട്ടത്. പ്രവാചകനായി വാദിക്കുന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുകളിൽ എനിക്കൊരു വിജയം നേടാനായിരിക്കുന്നു എന്ന സന്തോഷത്തോടു കൂടെയാണ് എല്ലാവരോടും ആ കാര്യം സുഹൈൽ ഇബ്നു അംർ പറഞ്ഞത്. എൻ്റെ മകൻ ഇസ്ലാമിൽ നിന്ന് തിരിച്ച് നമ്മുടെ യഥാർത്ഥ മതത്തിലേക്ക് വന്നിരിക്കുന്നു. ഈ സംഭവം കഴിഞ്ഞ് കൂടുതലൊന്നും കഴിയുന്നതിന് മുമ്പാണ് ബദറിൽ അതിനിർണായകമായ സത്യവും അസത്യവും വേർതിരിക്കുന്ന യുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തിലേക്ക് മുസ്ലിങ്ങൾക്കെതിരിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ പടയോട്ടം നടത്താൻ സുഹൈൽ ഇബ്നു അംറും മകൻ അബ്ദുല്ലാഹിബ്നു സുഹൈലും ഉണ്ടായിരുന്നു. നേരത്തെ മുഹമ്മദ് നബിയുടെ അനുയായിയായി കൂടെയുണ്ടായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട മകൻ ബദർ യുദ്ധത്തിൽ ഞങ്ങളുടെ കൂടെ നിന്ന്, പിതാവിൻ്റെ കൂടെ നിന്ന് മുഹമ്മദ് നബിക്കെതിരിൽ വാളോങ്ങുന്ന ആ സന്തോഷരംഗം കാണുവാൻ വേണ്ടി അതിയായ ആഹ്ലാദത്തോടെ, സന്തോഷത്തോടെയാണ് സുഹൈൽ ഇബ്നു അംർ ബദറിൽ നേരിടാൻ വേണ്ടി ഖുറൈശി പ്രമുഖരോടൊപ്പം
യാത്ര പോയത്. എന്നാൽ ചരിത്രത്തിലെ തുല്യതയില്ലാത്തൊരു ട്വിസ്റ്റ് അവിടെ നടക്കുകയാണ്. ബദറിലേക്ക് എത്തിയ നിമിഷം അബ്ദുല്ലാഹ് ബിൻ സുഹൈൽ നേരെ ആയുധമണിഞ്ഞ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിടുമെന്ന് പിതാവ് പ്രതീക്ഷിച്ചിരുന്ന സുഹൈൽ ബിൻ അംറിന്റെ മകൻ അബ്ദുല്ലാഹ് ബിൻ സുഹൈൽ നേരെ ബദറിലെത്തിയതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ കൂട്ടത്തിലേക്ക് ഓടിച്ചെന്ന് ഖുറൈശികൾക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. വല്ലാതെ പ്രയാസപ്പെടുത്തിയപ്പോൾ, ക്രൂരതയുടെ അതിർവരമ്പുകളൊക്കെ ലംഘിച്ചപ്പോൾ ഞാൻ ഇസ്ലാമിൽ നിന്ന് പിൻവാങ്ങുന്നുവെന്ന് പറഞ്ഞുവെങ്കിലും, രക്ഷപ്പെടുവാൻ വേണ്ടി പറഞ്ഞുവെങ്കിലും യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ തന്നെയായിരുന്നു അബ്ദുല്ലാഹ് ബിൻ സുഹൈൽ. അങ്ങനെ ബദറിൽ വലിയൊരു പോരാട്ടം ആയുധമണിഞ്ഞുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിൽ സ്വഹാബികളുടെ കൂടെ ശത്രുക്കൾക്കെതിരിൽ പിതാവടക്കമുള്ള ഖുറൈശികളായ ആളുകൾക്കെതിരിൽ യുദ്ധത്തിന് നിർണായകമായ സാന്നിധ്യം നേതൃത്വം കൊടുത്തു അബ്ദുല്ലാഹ് ബിൻ സുഹൈൽ ബിൻ അംർ. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് തടവുകാരായി പിടിക്കപ്പെട്ട ആളുകളെയൊക്കെ പരിശോധിക്കുന്ന അക്കൂട്ടത്തിലാണ് അബ്ദുല്ലാഹ് ബിൻ സുഹൈലിന്റെ പ്രിയപ്പെട്ട പിതാവ് സുഹൈൽ ബിൻ അംർ തടവുകാരനായി പിടിക്കപ്പെട്ട കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരെയായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ സുഹൈൽ ബിൻ അംറിനെ മോചനദ്രവ്യം വാങ്ങി തിരിച്ചയക്കാൻ വേണ്ടി ഹബീബായ തങ്ങൾ ഉദ്ദേശിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. കാരണം വലിയ ദേഷ്യം അവർക്കുണ്ടായിരുന്നു ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അവർ സുഹൈൽ ബിൻ അംറിനോട്. കാരണം മക്കയിലെ ഓരോ തെരുവീതികളിൽ നിന്ന് അതിമനോഹരമായി സംസാരിച്ച് പ്രസംഗ വൈഭവത്തിലൂടെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടി ഇസ്ലാമിനെതിരെ വലിയ രീതിയിൽ ആളുകളുടെ ചിന്താഗതി തിരിച്ചുവിടുന്നതിൽ നിർണായകമായ സ്വാധീനമായിരുന്നു മക്കയിൽ സുഹൈൽ ബിൻ അംർ. ആ സുഹൈൽ ബിൻ അംറിനെ മോചനദ്രവ്യം വാങ്ങി തിരിച്ചുവിടാം, നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പല്ലുകളൊക്കെ ഞാനൊന്ന് ഇടിച്ച് കുഴിച്ച് താഴെ കളയട്ടെ. കാരണം ഈ ദിവസത്തിന് ശേഷം ഒരിക്കലും ഇനി മക്കയിലെ തിരുവോരങ്ങളിൽ, ചന്തയിൽ എവിടെയും എഴുന്നേറ്റ് നിന്ന് ഇസ്ലാമിനെതിരെ സംസാരിക്കാൻ ഇയാൾക്ക് സാധിക്കാൻ പറ്റരുത്, ഇയാൾക്കതിന് കഴിയരുത്, അങ്ങ് സമ്മതം തരുമോ? ഹബീബായ തങ്ങൾ ഉടനെ പറഞ്ഞു, യാ ഉമർ, താങ്കൾ അവരെ വെറുതെ വിട്ടേക്കുക, പല്ലുകളൊന്നും ചെയ്യേണ്ടതില്ല. നല്ല സന്തോഷകരമായ വാർത്തകൾ ആ വായിൽ നിന്ന് പിന്നീട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ആ രംഗം അവിടെ അവസാനിച്ചു. സുഹൈൽ ബിൻ അംർ തിരിച്ചുപോയി. പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഹുദൈബിയയിൽ ഒരു സന്ധി നടക്കുകയാണ് ഖുറൈശികളും മുസ്ലിമീങ്ങളും തമ്മിൽ. നേരത്തെ ഓരോ ഘട്ടത്തിൽ ശത്രുപക്ഷത്തു നിന്ന് ഓരോ ആളുകളായി ഹബീബായ തങ്ങളുടെ അടുത്ത് വന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്ത് ആ ചർച്ചകളൊന്നും പുരോഗതികളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഒരു തീരുമാനമാകാതെ നിൽക്കുന്ന ഘട്ടത്തിൽ പിന്നീട് വളരെ നിർണായകമായ ഒരു സാന്നിധ്യമായി ശത്രുക്കളുടെ പക്ഷത്തു നിന്ന് ഇസ്ലാമിൻ്റെ പക്ഷത്തേക്ക് ചർച്ചയ്ക്ക് വേണ്ടി നേതൃത്വം കൊടുക്കാൻ വേണ്ടി കടന്നു വരികയാണ് സുഹൈൽ ബിൻ അംർ. സുഹൈലാണ് കടന്നു വരുന്നത് കണ്ടപ്പോൾ തന്നെ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, സുഹൈൽ വരികയാണെങ്കിൽ അതൊരു സഹിലാണ്, ഒരു എളുപ്പമാണ് നമുക്ക്. കാരണം സുഹൈൽ മാന്യതയുള്ള തൻ്റെ ഇടമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ സുഹൈൽ ശത്രുക്കളുടെ പ്രതിനിധിയായി ചർച്ചയ്ക്ക് വേണ്ടി കടന്നു വന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും വളരെ സ്നേഹത്തോടെ സുഹൈൽ ബിൻ അംറിനെ അവിടെ സ്വീകരിക്കുകയാണ്. അങ്ങനെ സന്ധി വ്യവസ്ഥകളെ ചർച്ച ചെയ്ത് ആ ചർച്ചയിലെ വ്യവസ്ഥകൾ എഴുതാൻ വേണ്ടി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, അലിയാരെ ഇങ്ങനെ എഴുതുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് എഴുതുക. ഉടനെ സുഹൈൽ ബിൻ അംർ പറഞ്ഞു, അങ്ങനെ ഒരു അള്ളാഹിനെ ഞങ്ങൾക്ക് പരിചയമില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് എഴുതിക്കൊള്ളൂ, റഹ്മാനും റഹീമും ഞങ്ങൾക്കറിയില്ല, അത് ഖുറൈശികൾ അംഗീകരിക്കുമായിരുന്നില്ല, അതുകൊണ്ട് അത് വെട്ടണം എന്ന് പറഞ്ഞു. ഹബീബായ തങ്ങൾ പറഞ്ഞു, എന്നാൽ ആ പറഞ്ഞതുപോലെ എഴുതുക, അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് മതി. അതിൽ സ്വഹാബത്തിന് വലിയ വിഷമങ്ങളുണ്ടായിരുന്നു, എന്തിനാണത് അംഗീകരിച്ചു കൊടുക്കുന്നത്? പക്ഷേ ഹുദൈബിയ സന്ധി ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു വിജയത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പായിരുന്നു. തുടർന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിച്ച വ്യവസ്ഥകൾ എന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ സുഹൈൽ ബിൻ അംർ പറഞ്ഞു, മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന് മതി, കാരണം നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനായിട്ട് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, നിങ്ങളെ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ യുദ്ധം തന്നെ ഉണ്ടാകുമായിരുന്നില്ലല്ലോ, അതുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുള്ള പിതാവിൻ്റെ പേര് ചേർത്ത് എഴുതിയാൽ മതി. അപ്പോൾ സ്വഹാബത്തിന് വലിയ ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ഹബീബായ തങ്ങൾ അതും അംഗീകരിച്ചു കൊടുക്കുകയാണ്. പിന്നീട് വരുന്നൊരു വലിയ മക്കം ഫതഹിൻ്റെ യഥാർത്ഥ അതിലേക്കുള്ള ഒരു ചവിട്ടുപടി ഈ ഹുദൈബിയ സന്ധിയായിരുന്നു എന്ന് ചരിത്രകാരന്മാർ എല്ലാവരും പറയുന്നുണ്ട്. ഹബീബായ തങ്ങൾ ഇങ്ങനെയാണ് സുഹൈൽ ബിൻ അംറിനോട് പറഞ്ഞത്, താങ്കൾ എന്നെ കളവാക്കിയാലും ഞാൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദൂതൻ തന്നെയാകുന്നു, പക്ഷേ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ പറഞ്ഞതുപോലെ എഴുതാം, അതിന് ഞാൻ സമ്മതിക്കാം. ഈ വ്യവസ്ഥകളൊക്കെ എഴുതി ഞാൻ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ എഴുതപ്പെട്ടത് എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് സുഹൈൽ ബിൻ അംർ ശത്രുപക്ഷത്തേക്ക് തിരിച്ചു പോകുന്നത്. പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് കഴിഞ്ഞ് മക്ക വിജയം നേടുകയാണ്. മക്ക മുഴുവനായും ഹബീബായ തങ്ങൾക്കും സ്വഹാബത്തിനും കീഴടങ്ങുന്ന ഘട്ടത്തിൽ ജനങ്ങളോടായി ഉറക്കെ വിളിച്ചു പറയപ്പെട്ടു, മക്കാനിവാസികളെ, സ്വന്തം വീട്ടിൽ അകത്ത് കയറിയിരിക്കുന്ന ഒരാളെയും ഞങ്ങളൊന്നും ചെയ്യില്ല, നിങ്ങൾ സുരക്ഷിതരാണ്. അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം തേടുന്നവരും സുരക്ഷിതരാണ്, മസ്ജിദുൽ ഹറാമിൽ അഭയം തേടുന്നവരും സുരക്ഷിതരായിരിക്കും. ഈ വാക്കുകൾ കേട്ട് സുഹൈൽ ബിൻ അംറിന് വലിയ പേടി തോന്നി. താൻ ആക്രമിക്കപ്പെടുമോ വധിക്കപ്പെടുമോ എന്ന ചിന്ത പതുക്കെ ഭയത്തിന്റെ നേർത്ത കണികകൾ ആ ഹൃദയത്തിലേക്ക് വലിയ രീതിയിൽ ഇരച്ചു കയറാൻ തുടങ്ങി. വാതിലുകളൊക്കെ ശരിക്കും അടച്ച് വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു സുഹൈൽ ബിൻ അംർ. ആ രംഗം പിന്നീട് സുഹൈൽ ബിൻ അംർ
പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ കതകടച്ചിരിപ്പായിരുന്നു. ഞാൻ വേഗം എൻ്റെ മകൻ അബ്ദുല്ലാഹിബ്നു സുഹൈലിനെ കണ്ടെത്തി കൊണ്ടുവരാൻ വേണ്ടി ആളുകളെ ഏൽപ്പിച്ചു. സത്യത്തിൽ എൻ്റെ മകനെ നേരിടാൻ എനിക്ക് വലിയ വിഷമമുണ്ടായിരുന്നു. കാരണം ഇസ്ലാമിൽ പ്രവേശിച്ചതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ മകൻ ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട മകൻ അവസാനം എൻ്റെ അടുത്തേക്ക് വന്നു. ഉടനെ ഞാൻ എൻ്റെ മകനോട് ചോദിച്ചു, എനിക്ക് അഭയം നൽകുവാൻ നീ പ്രവാചകരോട് ആവശ്യപ്പെടുമോ? ഞാൻ വധിക്കപ്പെടുമെന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. നേരെ അബ്ദുള്ള വളരെ സന്തോഷത്തോടെ പിതാവിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി തിരുസന്നിധിയിലേക്ക് ചെന്നു. യാ റസൂലല്ലാ, ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാ, എൻ്റെ പിതാവ് അങ്ങയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങ് അഭയം നൽകുമോ? ഹബീബായ തങ്ങൾ ഉടനെ പറഞ്ഞു, തീർച്ചയായിട്ടും തങ്ങളുടെ പിതാവ് വെളിയിൽ വന്നുകൊള്ളട്ടെ, അവർ സുരക്ഷിതരായിരിക്കും. തുടർന്ന് സ്വഹാബത്തിനോടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും സുഹൈലിനെ കണ്ടാൽ മോശമായി ഒന്നും ചെയ്യരുത്. ഒരു ചെറിയ വാക്കുകൊണ്ട് പോലും സുഹൈലിനെ നിങ്ങളാരും വേദനിപ്പിക്കരുത്. നിങ്ങൾ സുഹൈലിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ ആ കണ്ടുമുട്ടൽ ഒരിക്കലും സുഹൈലിനൊരു വേദന ഉണ്ടാക്കുന്നതായി മാറരുത്. കാരണം എൻ്റെ ആയുസ്സാണ് സത്യം. സുഹൈൽ ബുദ്ധിമാനായൊരു മനുഷ്യനാണ്. സുഹൈലിനെ പോലെയുള്ള ബുദ്ധിമാനായ ഒരാൾക്ക് കുറേ കാലം ഇസ്ലാമിൽ വരാതിരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് തീർച്ചയായും സംഭവിക്കും. വൈകാതെ സുഹൈൽ ഇബ്നു അംർ ശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. മകൻ ഇസ്ലാമിലേക്ക് വന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം പിതാവ് ഇസ്ലാമിലേക്ക് വരുന്ന ഒരു കാഴ്ച. അതിന് മകൻ തന്നെ ദൂതനായി, മകൻ റസൂലായി മാറുന്ന സുന്ദരമായ ഒരു കാഴ്ച. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു വലിയ രീതിയിലുള്ള പരിവർത്തനങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കുന്ന, താൻ പോരുമയിൽ നിന്ന് ആ ഗോത്രത്തിൻ്റെ മഹിമ പറയുന്ന അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റമാണ് ഉണ്ടായത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹജ്ജത്തുൽ വദാഇൻ്റെ ആ ഒരു രംഗം പിന്നീട് ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ ആ ഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടടുത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്, ഹബീബായ തങ്ങൾക്ക് ബലിയെറുക്കാൻ വേണ്ടി ഓരോ ഒട്ടകങ്ങളെ കൈപിടിച്ച് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നത്, കയറ് പിടിച്ച് കൊണ്ടുപോയി കൊടുക്കുന്നത് സുഹൈൽ ഇബ്നു അംർ ആയിരുന്നു. ഓരോ ഒട്ടകങ്ങളെയും ഹബീബായ തങ്ങൾ അവിടുത്തെ പരിശ്രേഷ്ഠമായ കരങ്ങളെ കൊണ്ട് അറക്കുകയാണ്. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ വിളിച്ച് അവിടുത്തെ മുടി കളയാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവിടുത്തെ ഷറഫാക്കപ്പെട്ട ശിരസിൽ നിന്ന് മുടി കളയുമ്പോൾ ഒരൊറ്റ മുടി പോലും ഷറഫാക്കപ്പെട്ട തലയിൽ നിന്ന് താഴെ വീഴാതെ സുഹൈൽ ഇബ്നു അംർ ചേർത്ത് ശേഖരിക്കുന്നത് ഞാൻ കണ്ടു. ഓരോ മുടിയും കയ്യിൽ കിട്ടുമ്പോൾ അത് തൻ്റെ കണ്ണുകളിലേക്ക് സ്നേഹത്തോടെ വെക്കുന്ന രംഗം ഞാൻ നോക്കിയിരുന്നു. ആ ഘട്ടത്തിൽ ഞാൻ ഹുദൈബിയ സന്ധി ആലോചിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പോലും എഴുതാൻ, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്ന് അംഗീകരിക്കുവാൻ പോലും കഴിയാതിരുന്ന ആ സുഹൈലാണ് ഇന്ന് ഹബീബിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഖാദിമിനെ പോലെ എല്ലാം ചെയ്യുന്ന, അവിടുത്തെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്ന തിരുകേശം അതിനെപ്പോലും കണ്ണിൽ വെച്ച് സ്നേഹത്തോടെ ചുംബിക്കുന്ന ഒരവസ്ഥയിലേക്ക് പരിവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അള്ളാഹുവിനെ ഭയന്ന് ഒരുപാട് സൽക്കർമ്മങ്ങൾ, നിസ്കാരമാണെങ്കിലും ഖുർആൻ പാരായണമാണെങ്കിലും ഹബീബായ തങ്ങളോടൊപ്പം ഇരിക്കുന്ന കാര്യങ്ങളിലും എപ്പോഴും മുൻപന്തിയിലുണ്ടായിരുന്നു സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെക്കുറിച്ച് ഓർത്ത് എപ്പോഴും സങ്കടപ്പെട്ട് കരയുമായിരുന്നു. അള്ളാഹുവിനോട് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാറിലായി എപ്പോഴും കരയുന്ന പ്രകൃതമായിരുന്നു അവർക്ക്. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കരഞ്ഞ ആളുകളിൽ ഒരാൾ സുഹൈൽ ഇബ്നു അംറാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. എല്ലാ ദിവസവും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹുവിൻ്റെ അടുത്ത് പോയി ഇവർ ഖുർആൻ പഠിക്കുമായിരുന്നു, കേട്ട് പഠിക്കും. അപ്പോൾ ദിറാർ ഇബ്നു ഖത്താബ് ഒരിക്കൽ ഇവരോട് ചോദിച്ചു, നിങ്ങൾ ആ ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട ഒരാളുടെ അടുത്ത് പോയിട്ടാണല്ലോ ഖുർആൻ പഠിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഗോത്രത്തിൽ തന്നെ പെട്ട ഏതെങ്കിലും നല്ല ആളുകളുടെ അടുത്ത് പോയി പഠിച്ചാൽ പോരെ എന്ന്. സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഇപ്രകാരമായിരുന്നു, നിങ്ങളിപ്പോൾ പറഞ്ഞത് ജാഹിലിയ കാലഘട്ടത്തിൽ നമ്മളിലുണ്ടായിരുന്ന ഗോത്രബോധത്തിൻ്റെ, നമ്മുടെ ഗോത്രം മികച്ചതാണ് മറ്റുള്ളവരുടെക്കാളും ആ ചിന്തയിൽ നിന്നുണ്ടായതാണ്. അതൊരിക്കലും ശരിയല്ല. മാത്രവുമല്ല, ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇസ്ലാമിലേക്ക് നേരത്തെ കടന്നു വന്ന പല ആളുകൾക്കും ആ കൂട്ടത്തിൽ അടിമകളടക്കമുണ്ട്. അവർ പലരും തന്നെക്കാൾ എത്രയോ മികച്ചവരാണ് എന്ന് ഹൃദയാന്തരാളങ്ങളിൽ ഒരു ബോധ്യം സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ടായിരുന്നു. താൻ ഒരിക്കലും ഗോത്രത്തിൽ പിറന്നതുകൊണ്ട്, ഗോത്രം ഉന്നതമായതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാരനായിക്കൊള്ളണമെന്നില്ല എന്ന ഉറച്ച വിശ്വാസം അവരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ സുഹൈൽ ഇബ്നു അംറും ഹാരിസ് ഇബ്നു ഹിഷാമും അബൂ സുഫിയാനും റളിയല്ലാഹു അൻഹും സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ വീടിൻ്റെ വാതിൽക്കൽ ഒരു ആവശ്യത്തിന് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ്. അവിടെ തന്നെ അമ്മാർ ഇബ്നു യാസിറും സുഹൈബ് അർ-റൂമിയും റളിയല്ലാഹു അൻഹു, അതോടൊപ്പം അടിമകളായിരുന്ന ഇസ്ലാമിലേക്ക് വന്ന ചില ആളുകളുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും നേരത്തെ ഖുറൈശി പ്രമുഖരായിരുന്ന അബൂ സുഫിയാൻ അടക്കമുള്ള സുഹൈൽ ഇബ്നു അംർ അടക്കമുള്ള ആളുകൾ, ഹാരിസ് ഇബ്നു ഹിഷാം എല്ലാം അവിടെ നിൽക്കുമ്പോൾ അകത്തേക്ക് ആദ്യമായി വിളിപ്പിക്കപ്പെട്ടത് നേരത്തെ അടിമകളായി പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന ആളുകളെയായിരുന്നു. ഇത് ഇവരിൽ ചില ചിന്തകൾ ഉണ്ടാക്കി. അമ്മാർ ഇബ്നു യാസിറിനെയാണ് ആദ്യം വിളിച്ചത്, കൂട്ടത്തിൽ സുഹൈൽ ഇബ്നു അംറിനെ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾക്ക് ഇതൊരു അമർഷം ഉണ്ടാക്കി. ഉമർ റളിയല്ലാഹു അൻഹു ഇവർക്ക് അനുമതി നൽകുന്നു. നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഇവിടെ കെട്ടിക്കിടക്കുന്നത്, കാത്തുകിടക്കുന്നത് അവരറിയുന്നില്ല, ചിന്തിക്കുന്നില്ല. ആ സമയത്ത് സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉടനെ പറഞ്ഞു, നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോടാണ് ദേഷ്യം പിടിക്കേണ്ടത്. ജാഹിലിയ കാലഘട്ടത്തിൽ നമ്മിൽ
ഉണ്ടായിരുന്നതിൻ്റെ ചില ശേഷിപ്പുകളാണവ. ഇതേപോലെ അന്ത്യനാളിൽ നമ്മളെക്കാളും മുമ്പ് അവരെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയും നമ്മൾ സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ എന്തായിരിക്കും? നമ്മളെക്കാളും എത്രയോ ശ്രേഷ്ഠമായ അവസ്ഥയിൽ നേരത്തെ അടിമകളായിരുന്നുവെങ്കിലും അവരൊക്കെ എത്തിയിട്ടുണ്ട് എന്ന് സുഹൈൽ ഇബ്നു അംർ ആളുകളെ വിശദീകരിച്ച് രംഗം ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഷാമിൻ്റെ അതിർത്തികളിൽ റോമക്കാരുമായുള്ള അതിശക്തമായ പോരാട്ടം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ ഒരു പടയാളിയായി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരെയും മക്കളെയും പേരമക്കളെയും അടക്കം കൂട്ടി സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ പാതയിൽ യുദ്ധം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിൽക്കാലത്ത് അവരിങ്ങനെ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, വിജയം വരിക്കുന്നതുവരെ ഞാൻ തീർച്ചയായും പോരാടുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ മക്കയിൽ നിന്ന് ഏറെ ദൂരമായ ഈ സ്ഥലത്ത് വെച്ച് ഞാൻ രക്തസാക്ഷിയാകും. സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ചെയ്തു. യർമൂക്ക് യുദ്ധത്തിൽ അതിനിർണായകമായ പോരാട്ടം കാഴ്ചവെച്ചു. മുസ്ലിമീങ്ങൾക്ക് വലിയ വിജയം ആ യുദ്ധം നേടുകയുണ്ടായി. പിന്നീട് ഒന്നിനു പുറകെ ഒന്നായി നടന്ന എല്ലാ യുദ്ധങ്ങളിലും സുഹൈൽ ഇബ്നു അംർ സന്തോഷത്തോടെ രക്തസാക്ഷിത്വം ആഗ്രഹിച്ചുകൊണ്ട് പങ്കെടുത്തു. വീണ്ടും മറ്റു പല യുദ്ധങ്ങളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഷാമിൽ ത്വാഉനുൽ അംവാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പകർച്ചവ്യാധി അസുഖം പുറപ്പെടുന്നത്. ആ അസുഖത്തിൽപ്പെട്ട് അവരും പ്രിയപ്പെട്ടവർ മക്കളും ഭാര്യയും എല്ലാവരും അങ്ങനെയാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. അള്ളാഹു അവരുടെ എന്തെങ്കിലും ഒരു ചെറിയ പൊരുത്തമെങ്കിലും റബ്ബിൻ്റെ ഔദാര്യം കൊണ്ട് സാധുക്കളായ നമുക്ക് നൽകട്ടെ. അവരിലൂടെ ഹബീബിനെ അറിയാനും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനും മഹബത്തിൻ്റെ ലോകത്തിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും ഹൃദയത്തിലേക്ക് കൊണ്ടുവരുവാനും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരുടെ ചെറിയൊരു ഹാദ്യമായിട്ടെങ്കിലും ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.